വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. 9 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര, ഒഡീഷ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം സംസ്ഥാനത്ത് മഴ അതേ അളവിൽ തുടരാനിടയാക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട്. കക്കി ഡാം തുറന്നതോടെ പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നു. പമ്പാ സ്നാനത്തിനും ഭക്തർക്ക് നിയന്ത്രണമുണ്ട്. വയനാട് ബാണാസുര അണക്കെട്ട് തുറന്നതോടെ കരമാൻ തോട്, പനമരം പുഴ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തെന്മല, കല്ലട ഡാമും തുറന്നിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്കും അവധി ബാധകമാണ്. നാളെ നടക്കേണ്ട ഓണപരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കും. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തൃശൂരിൽ നിന്ന് സൂരജ്, നാളെ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണല്ലോ. മഴ സാഹചര്യം എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, നാളെ ഈ ഓണപരീക്ഷ അടക്കം ആരംഭിക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിലാണ് ശക്തമായ മഴ തൃശ്ശൂരിൽ ഉച്ചയ്ക്ക് മുതൽ തുടരുന്നത്. മലയോര മേഖലയിൽ അടക്കം കനത്ത മഴ തുടരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഓണപരീക്ഷ അടക്കം ഇപ്പോൾ മാറ്റിവെക്കുകയും ചെയ്തു. പിന്നീട്, അതായത് നാളെ നടത്തേണ്ടിയിരുന്ന പരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. CBSE, അതോടൊപ്പം തന്നെ ICSE, അതോടൊപ്പം തന്നെ കേന്ദ്രീയ വിദ്യാലയം, അംഗനവാടി, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നുകൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചാലക്കുടി പുഴയിലടക്കം വലിയ രീതിയിൽ ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പെരിങ്ങൽകുത്ത് ഡാം തുറക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. PC-യിൽ നിലവിൽ തുറന്നിരിക്കുന്ന ഷട്ടറുകൾ കൂടുതൽ വ്യക്തമാണ്. സൂരജ്, ശബ്ദത്തിൽ ചെറിയ പ്രശ്നം കൂടി വരുന്നത് അതുകൊണ്ടാണ് ഇടപെട്ടത്. തൃശൂർ ജില്ലയിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി, ഓണപരീക്ഷയ്ക്കും അവധി ബാധകമാണ് എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാൻ ശ്രമം നടക്കുകയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപിച്ചു. സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായി കണക്കാക്കുമെന്നും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡേറ്റ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ആരോപണമെന്നാണ് ജ്ഞാനേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയത്. തദ്ദേശ സ്ഥാപനങ്ങൾ നമ്പർ നൽകാത്തതിനാൽ 0 നമ്പറുള്ള നിരവധി പേർ രാജ്യത്തുണ്ട്. വോട്ടർ പട്ടികയിൽ 2 പേരുണ്ടെങ്കിൽ വോട്ടേഴ്സ് അപരാധിയാകുമോ എന്ന് കമ്മീഷൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ജ്ഞാനേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. वोट चोरी जैसे गलत शब्दों का इस्तेमाल करके जनता को गुमराह करने का असफल प्रयास किया जाए, भारत के संविधान का अपमान नहीं तो और क्या है। कुछ मतदाताओं द्वारा दोहरे मतदान के आरोप लगाए गए, सबूत मांगने पर जवाब नहीं मिला। ऐसे मिथ्या आरोपों से न तो चुनाव आयोग डरता है और न ही कोई मतदाता। ആരോപണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയോടുള്ള അവഹേളനമാണ്. 7 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ ആരോപണം അടിസ്ഥാനരഹിതമായി കണക്കാക്കും. വോട്ട് കൊള്ള പോലുള്ള അനാവശ്യ പദപ്രയോഗങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ വോട്ടർമാരോ ഭയപ്പെടില്ല. രാഹുൽ ഗാന്ധി വോട്ടർമാരുടെ ഫോട്ടോ ഉപയോഗിച്ച് സ്വകാര്യതാ ലംഘനം നടത്തിയെന്നും കമ്മീഷൻ ആരോപിച്ചു. हमने कुछ दिन पहले देखा कि कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया गया. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ടു പോകും. അടുത്ത ഘട്ടം പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നും വാർത്താസമ്മേളനത്തിൽ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വിമർശനം ശക്തമാക്കി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയിലും ബീഹാറിലും വോട്ട് കൊള്ള നടന്നെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും ആരോപിച്ചു. BJP മന്ത്രിസഭയിലെ അംഗത്തെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയതെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞു. വാർത്താ സമ്മേളനം വിളിച്ച് ആരോപണങ്ങൾ നിഷേധിച്ചിട്ടും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് അണുവിട പിന്നോട്ട് പോകുന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ വീണ്ടും ആരോപണം. ബീഹാറിൽ അദാനിയെയും അംബാനിയെയും സഹായിക്കാൻ 65 ലക്ഷം വോട്ടുകൾ വെട്ടിയെന്ന് വിമർശനം. 65 लाख लोगों का वोट काटा है। क्यों? अदानी और अंबानी की मदद करने के लिए कि वो आपका पूरा का पूरा धन आपसे चोरी करें।
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിവില്ലായ്മയും പക്ഷപാതവും തുറന്നു കാട്ടപ്പെട്ടെന്ന് ജയറാം രമേശ് തുറന്നടിച്ചു. ഭീഷണിക്ക് പകരം അന്വേഷണം നടത്താൻ കമ്മീഷൻ തയ്യാറാകണമെന്നും ജയറാം രമേശ് ആവശ്യപ്പെട്ടു. BJP നേതാവിനെ പോലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ സംസാരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് രാഷ്ട്രീയ പ്രസ്താവന മാത്രമെന്ന് തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ. അതൊരു സ്വതന്ത്ര ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നും വരുന്നൊരു വിശദീകരണമായിട്ടല്ല എനിക്ക് തോന്നിയത്. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ന് അദ്ദേഹം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി തൃപ്തികരമല്ലെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ഒന്ന് രണ്ട് വാർത്തകൾ വരുന്നുണ്ട്. അട്ടപ്പാടിയിൽ വീണ്ടും ചന്ദനവേട്ട എന്നുള്ള വാർത്ത ശ്രീജിത് ശ്രീകുമാർ അറിയിക്കുന്നു. അഗളി നിന്ന് 130 കിലോ ചന്ദനം വനംവകുപ്പ് അധികൃതർ പിടികൂടി. ഈ സംഭവത്തിൽ ഇപ്പോൾ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് ശ്രീജിത് ശ്രീകുമാരൻ അറിയിക്കുന്നത്. മറ്റൊരു വാർത്ത അരുൺ പാറയ്ക്കൽ അറിയിക്കുന്നതാണ്. നായാട്ട് സംഘത്തിന് ഭീഷണിപ്പെടുത്തി തോക്കും സ്കൂട്ടറും മൊബൈൽ ഫോണും തട്ടിയെടുത്തു. കാപ്പ കേസ് പ്രതിയടക്കം 4 പേർ അറസ്റ്റിൽ. ഒരാൾ ഓടി രക്ഷപ്പെട്ടുവെന്ന് അരുൺ പാറയ്ക്കൽ അറിയിക്കുന്നുണ്ട്. വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായി. ബീഹാറിലെ 60 മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. രാജ്യത്ത് ഒരിടത്തും വോട്ട് കൊള്ള അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബീഹാറിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള സാസ്ത്രമിൽ നിന്നാണ് വോട്ടധികാർ യാത്രയുടെ തുടക്കം. 16 ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര 24 ജില്ലകളിലൂടെയും 60 മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകും. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി. और अब हम ये चोरी नहीं करने देंगे और जहां भी ये चोरी हो रही है, चाहे बिहार में, चाहे महाराष्ट्र में, चाहे असम में, चाहे बंगाल में, हम इनकी चोरी पकड़कर जनता को दिखाने का काम करने जा रहे हैं. പാവങ്ങളുടെ വോട്ട് വെട്ടിയാണ് BJP അധികാരത്തിലെത്തിയതെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. जो आज BJP के लोग 65 लाख वोट कट गए. किनके कट गए? गरीब, मजदूर, माइग्रेंट वर्कर, इनके लोग, अल्पसंख्यक, इनके वोट कट गए. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ BJP എല്ലാവരുടെയും വോട്ട് കവർന്നുവെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പെടുത്ത പശ്ചാത്തലത്തിൽ ബീഹാറിൽ ആരംഭിക്കുന്ന വോട്ടധികാർ യാത്ര രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. അംബേദ്കറുടെ ചിത്രങ്ങളും പൂക്കളുമായി രാഹുൽ ഗാന്ധിയെ ബീഹാറിലെ ജനങ്ങൾ വരവേൽക്കുകയാണ്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ 60ഓളം മണ്ഡലങ്ങൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കും. രാഹുൽ നയിക്കുന്ന യാത്ര ബീഹാറിലെ സഖ്യത്തിന് ശക്തി പകരുമെന്നാണ് വിശ്വാസം. ബീഹാറിലെ സസ്വാമിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്നായിരുന്നു പ്രതികരണം. ആരോപണം ഉന്നയിച്ച വാനന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പരിഹാസം. സുരേഷ് ഗോപിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. വോട്ടർ പട്ടിക വിവാദത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ആരോപണം ഉന്നയിച്ച നേതാക്കൾക്ക് പരിഹാസവും. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഒരു ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. സുരേഷ് ഗോപിയുടെ ആക്രോശം കോൺഗ്രസിനോട് വേണ്ടെന്ന KC വേണുഗോപാലിന്റെ മറുപടി: അദ്ദേഹം ധൈര്യമായിട്ട് പറയല്ലേ വേണ്ടത്, അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കല്ലേ വേണ്ടത്. അതിന് പകരം സത്യം ഉന്നയിക്കുന്നവരെ അവരെ നേരെ ആക്രോശിച്ച് സിനിമാ സ്റ്റൈലിൽ ആക്രോശിച്ചാൽ അവരാരും പേടിച്ചു പോകുമോ? അത് സിനിമയിലല്ലേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആക്രോശം, ഇവിടെ ആരെങ്കിലും പേടിക്കുമോ? വാനര പരാമർശം സുരേഷ് ഗോപി കണ്ണാടി നോക്കി നടത്തണമെന്നായിരുന്നു തൃശൂർ DCC പ്രസിഡന്റിന്റെ പ്രതികരണം. അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ണാടി നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രയോഗം നടത്താൻ അദ്ദേഹം തയ്യാറായത്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ മുൻ MP TN പ്രതാപന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. 24 തൃശൂർ.
മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. BJP പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം. വരാനിരിക്കുന്ന തമിഴ്നാട്, കേരള തെരഞ്ഞെടുപ്പുകൾ കൂടി പരിഗണിച്ചാണ് തീരുമാനമെന്നാണ് സൂചന. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള NDAയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥി. ഇന്ന് ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം. RSS താൽപര്യം കൂടി മുൻനിർത്തിയാണ് പാർട്ടി തീരുമാനമെന്നാണ് വിവരം. OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയായതിനാൽ സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക സമവാക്യം കൂടി ഉറപ്പുവരുത്തിയാണ് BJPയുടെ പ്രഖ്യാപനം. RSSലൂടെയായിരുന്നു CP രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ പ്രവേശനം. തമിഴ്നാട് BJP മുൻ അധ്യക്ഷനായും കേരളത്തിന്റെ പ്രഭാരിയായും ചുമതല വഹിച്ചിട്ടുണ്ട്. 2 തവണ കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ജാർഖണ്ഡ്, പുതുച്ചേരി, തെലങ്കാന ഗവർണർ പദവികളും വഹിച്ചിരുന്നു. CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വരാനിരിക്കുന്ന തമിഴ്നാട്, കേരള തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടാണ്. ചൊവ്വാഴ്ച ചേരുന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സ്ഥാനാർത്ഥി തീരുമാനം അറിയിക്കും. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നാമനിർദ്ദേശ പത്രിക നൽകുക. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് തിരികെ. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനൊരുങ്ങി സർക്കാർ. വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നീക്കം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നീക്കം ചെയ്യാനാണ് ശ്രമം. അതേസമയം MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപണം ശക്തമാക്കി. വഴിവിട്ട് സ്വജനപക്ഷപാതം കാട്ടി ADGPയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, അദൃശ്യ ശക്തികളാണ് വഴിവിട്ട് മുഖ്യമന്ത്രിയെ സഹായിച്ച ആളാണ്. അതുകൊണ്ടാണ് വഴിവിട്ട് അയാളുടെ കേസിൽ അയാളെ സംരക്ഷിക്കുന്നത്. കോടതി പരാമർശം മാറ്റിയില്ലെങ്കിൽ നിയമപ്രശ്നമുണ്ടാകുമെന്നും അപ്പീൽ പോകണമെന്നും വിജിലൻസും സർക്കാരിനെ അറിയിച്ചതായി വിവരമുണ്ട്. 24 തിരുവനന്തപുരം. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 3 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആദ്യം ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കാണിച്ചിരുന്നത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കഴിഞ്ഞ 13 ദിവസമായി ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിപ്പോൾ വെന്റിലേറ്ററിലാണ്. കിണർ വെള്ളത്തിൽ നിന്നാണ് രോഗാണുബാധ എന്നാണ് സംശയം. കുഞ്ഞിന്റെ വീട്ടിലെ വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ ശുചീകരിച്ചു. അന്നശ്ശേരി സ്വദേശിയായ യുവാവാണ് ചികിത്സയിലുള്ള മറ്റൊരാൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇയാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനയ്ക്കായി ശ്രമം അയച്ചു. കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചത്. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ആരോഗ്യവകുപ്പ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. 24 കോഴിക്കോട്. CPIM-ൽ കത്തുചോർച്ച വിവാദം. ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി അംഗം രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതിയിൽ എത്തിയതാണ് വിവാദമായത്. രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ടക്കേസിൽ ഷർഷാദിന്റെ പരാതി കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്താണ് പരാതി ചോർത്തിയത് എന്ന ഗുരുതര ആരോപണവുമായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകി. ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് 2021 സംസ്ഥാന മന്ത്രിമാരുടെ അടക്കം സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത ആരോപിച്ച് CPIM BB അംഗം അശോക് ദാവ്ളയ്ക്ക് പരാതി നൽകിയത്. പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിലും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ലണ്ടൻ പ്രതിനിധിയായി ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തി. ഇതിനെതിരെ പരാതിക്കാരൻ മുഹമ്മദ് ഷർഷാദ് വീണ്ടും രംഗത്തെത്തിയതോടെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി പട്ടികയിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കി. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൃഷ്ണ മാനനഷ്ട കേസിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് 2021 പരാതിയും ഉൾപ്പെടുത്തിയത്. പരാതി ചോർത്തിയതിനെതിരെ മുഹമ്മദ് ഷർഷാദ് വീണ്ടും CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകി. ഇതിലാണ് തന്റെ പരാതി ചോർത്തിയതിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനെ സംശയിക്കുന്നതായി ഗുരുതര ആരോപണമുള്ളത്. പാർട്ടിക്ക് നൽകിയ കത്ത് രാജേഷ് കൃഷ്ണ എന്തിന് കോടതിയിൽ കൊടുത്തു എന്നറിയില്ലെന്നും വ്യവസായി മുഹമ്മദ് ഷർഷാദ് പ്രതികരിച്ചു. ഇപ്പോൾ ആർക്കും ചിന്തിച്ചിട്ട് കിട്ടാത്തൊരു വിഷയമാണത്. എന്തിന് കംപ്ലൈൻറ്റ് കോപ്പി കോടതി കൊണ്ടുപോയി കൊടുത്തു? നിന്റെ കയ്യിൽ കിട്ടിയത് ഓക്കെ, നിനക്കത് വെച്ചിട്ട് കൗണ്ടർ കംപ്ലൈൻറ്റ് പ്രിപ്പയർ ചെയ്യുക കോടതി കൊടുക്കാൻ. തെളിവായിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പാർട്ടി അതിലും അത്ഭുതപ്പെടുത്തിയത് അതിലും വലിയ വിഷയം. അത് ചോർന്നതെന്ന് പറഞ്ഞിട്ട് അയച്ച മെയിലും ചോർന്നു. പരാതി ചോർന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണമെന്നുമാണ് PB അംഗം അശോക് ദാവ്ള പ്രതികരിച്ചത്. 24 തിരുവനന്തപുരം.
CPIM-ന്റെ ആരും കാണാത്ത മറ്റൊരു മുഖമാണ് കത്ത് ചോർച്ച വിവാദത്തിലൂടെ പുറത്തുവരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കത്തെന്തുകൊണ്ട് പാർട്ടി ഇതുവരെ മൂടിവെച്ചെന്നും വി ഡി സതീശൻ ചോദിച്ചു. CPIM നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പുകച്ചിലിനിടയിൽ ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ടു പോകുന്ന പാർട്ടിയാണ് CPIM എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഈ വ്യക്തിക്ക് എന്താണ് ബന്ധമുള്ളത്, എന്താണ് സംഘടനാപരമായി CPM-ഉമായോ അവരുടെ പോഷക സെക്രട്ടറികളുമായോ ഉള്ള എന്ത് മുൻകാല ബന്ധമാണ് ഈ ആരോപണ വിധേയനായ വ്യക്തിക്കുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന ഗൗരവതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും എന്തു പങ്കാണുള്ളത്? CPM-ന്റെ ആരും കാണാത്ത ഒരു മുഖം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞേ മതിയാവും. മാഷിക്ക് എന്താ പറയാനുള്ളത്? താഴേക്ക് 40 വട്ടം സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ വാദോരാതെ വിളമ്പുന്ന ഗോവിന്ദ മാഷ് മിണ്ടുന്നില്ലല്ലോ. ഗോവിന്ദ മാഷ് മോഹൻ ലണ്ടനിൽ വീടുണ്ടോ? അറിയേണ്ടത് എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല, കേരളത്തിന് അറിയണ്ടേ. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം കേരളത്തിലും ആവശ്യമുണ്ട്. CPM പാർട്ടി നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അതിപ്പോ ഓരോ ദിവസം ഓരോന്ന് പുകയല്ലോ. ഈ പുകച്ചിലിനിടയിൽ ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്ത് പുകച്ചിലും വന്നാലും എങ്ങനെ പുകച്ച് പുറത്തേ അടിക്കാൻ ശ്രമിച്ചാലും പാർട്ടി ശരിയായ നിലയിലാണ് മുന്നോട്ട് പോവുക. അതപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയും. ഇപ്പോഴൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. എറണാകുളം ചെമ്പുമുക്ക് സെന്റ് മൈക്കിൾസ് പള്ളിയിൽ വിശ്വാസികൾ പ്രതിഷേധത്തിൽ. വികാരി ജോസഫ് തട്ടാരശ്ശേരിക്കെതിരെയാണ് പ്രതിഷേധം. മെട്രോ സ്റ്റേഷൻ നിർമ്മാണത്തിനായി പള്ളിവക സ്ഥലം വിട്ടു നൽകിയെന്ന് ആരോപിച്ചാണ് ഈ പ്രതിഷേധം. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയെന്ന് YS അഭിനന്ദ് അറിയിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് എറണാകുളം ചെമ്പുമുക്ക് സെന്റ് മൈക്കിൾസ് പള്ളിയിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ ഭൂമി വിട്ടു നൽകി എന്നുള്ള തരത്തിൽ ആരോപണം ഉയരുന്നു. ഈ വിഷയത്തിലാണിപ്പോൾ പള്ളി വികാരിക്കെതിരെ എറണാകുളം ചെമ്പുമുക്ക് സെന്റ് മൈക്കിൾസ് പള്ളിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം നടക്കുന്നത് എന്നാണ് YS അഭിനന്ദ് അറിയിക്കുന്നത്. പോലീസ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ് എന്ന് തോന്നുന്നു. ഏതായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എറണാകുളം ചെമ്പുമുക്ക് സെന്റ് മൈക്കിൾസ് പള്ളിയിലാണ് വിശ്വാസികൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാസർഗോഡ് പ്രധാന അധ്യാപകന്റെ അടിയേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ M അശോകന്റെ അടിയേറ്റാണ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നത്. കേസ് ഒതുക്കി തീർക്കാൻ അധ്യാപകൻ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അസംബ്ലിക്കിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഹെഡ് മാസ്റ്റർ M അശോകൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് കൃഷ്ണൻ കാൽ കൊണ്ട് ചരൽ നീക്കി കളിച്ചു. ഇത് അധ്യാപകന് ഇഷ്ടപ്പെട്ടില്ല. കുട്ടിയെ വേദിയിലേക്ക് വിളിക്കുകയും മറ്റു കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ച് അടിക്കുകയും ചെയ്തു. അസംബ്ലി കഴിഞ്ഞയുടൻ അടികൊണ്ട് കരഞ്ഞു നിന്ന കുട്ടിയെ സമാധാനിപ്പിക്കാൻ അധ്യാപകൻ തന്നെ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ മണ്ണ് നീക്കുന്നുണ്ടായിരുന്നു, ജാറിയിട്ടാ കാല് സ്ലിപ്പായിട്ടാകുമ്പോൾ. അപ്പോൾ ചോദിച്ചിട്ടൊന്നുമില്ല എന്തിനാ ആക്കിയെന്ന് ചോദിച്ചിട്ടാ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഷോൾഡർ പിടിച്ച് വലിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് തയ്ച്ചു. മാഷ് എന്നിട്ട് കൊണ്ടുപോയിട്ട് ചായയും അടിയും മേടിച്ചു. പോലീസിനോട് അഭിനവ് തലകറങ്ങി വീണതാണെന്ന് ഹെഡ് മാസ്റ്റർ M അശോകൻ കളവ് പറഞ്ഞെന്നും കുട്ടി പറയുന്നുണ്ട്. ചെവിക്ക് വേദന കൂടിയതോടെ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കർണപുടം പൊട്ടിയ വിവരം അറിയുന്നത്. ഓപ്പറേഷൻ വേണമെന്നും 6 മാസക്കാലം ചെവി നനയ്ക്കരുതെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ വീട്ടിലെത്തിയ അധ്യാപകരും PTA ഭാരവാഹികളും സംഭവം ഒതുക്കി തീർക്കാൻ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. PTA പ്രസിഡന്റുമാരും അധ്യാപകരും വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവർ മാഷ ഭാഗത്ത് ഉണ്ടായ തെറ്റെന്ന് പറയുന്നു, സമ്മതിക്കുന്നു. എന്നിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് നമുക്ക് 1 ലക്ഷം റുപ്യ ഇപ്പോൾ ചികിത്സ സഹായമായിട്ട് തരാമെന്ന് പറയുന്നത്. ബേഡകം പോലീസ് സ്റ്റേഷനിൽ നാളെ പരാതി നൽകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. 24 കാസർഗോഡ്. VD സവർക്കറിനെ പുകഴ്ത്തി പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമയച്ച CPI നേതാവൻ സസ്പെൻഷൻ. ആലപ്പുഴ വെൺമണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷുഹൈബ് മുഹമ്മദിനെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇന്നലെയാണ് പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷുഹൈബ് സവർക്കറെ പുകഴ്ത്തി സന്ദേശമയച്ചത്. ചരിത്ര വിദ്യാർത്ഥിയായ ആളിനൊന്നും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സവർക്കറിന്റെ പോരാട്ടത്തെ ഒന്നും കണ്ടില്ലെന്നടിക്കാനൊന്നും പറ്റത്തില്ല. സവർക്കർ BJP എന്ന് പറയുന്ന ഹിന്ദുത്വ
തീവ്ര നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു എന്നതിന് മുൻപ് ഒരു സവർക്കർ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവുമായുള്ള തർക്കത്തെ തുടർന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷുഹൈബ് സവർക്കറെ പുകഴ്ത്തിയത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സവർക്കറുടെ പോരാട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല എന്നും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ആശയം നിരീശ്വരവാദമായിരുന്നുവെന്നുമാണ് ഷുഹൈബ് പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ ത്യാഗം സഹിച്ച വ്യക്തിയാണ് എന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. സവർക്കർ എന്താണ് മോശമൊക്കെ ഒന്നുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിലെ അഭിനവ കോൺഗ്രസിൻ്റെ അകത്തെ പല നേതാക്കളെക്കാൾ കൂടുതൽ ത്യാഗം സഹിക്കുകയും തല്ലും കുത്തു ഇടിയൊക്കെ ഒരുപാട് കൊണ്ട ആളായാൾ. ഗ്രൂപ്പിൽ നടത്തിയ സവർക്കർ സ്തുതി ഇന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് CPI നടപടി. CPI വെൺമണി ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഷുഹൈബിനെ സസ്പെൻഡ് ചെയ്തു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഷുഹൈബ് തയ്യാറായില്ല. 24 ആലപ്പുഴ. വാർത്താമഴയിലേക്ക് തിരികെ. രാജ്യത്ത് GST പരിഷ്കരണം ദീപാവലിക്ക് മുൻപ് തന്നെ നടപ്പാക്കാൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ. പുതിയ നിരക്ക് ഘടനയുമായി പൊരുത്തപ്പെടാൻ വിപണിക്ക് സമയം ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ നീക്കം. GST കൗൺസിലിന്റെ അംഗീകാരമാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇരട്ടി മധുരമുള്ള ദീപാവലി സമ്മാനം എന്ന പേരിലാണ് GST പരിഷ്കരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത്. GST കൗൺസിലിൽ എടുക്കേണ്ട തീരുമാനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദീപാവലിക്ക് മുൻപ് തന്നെ പരിഷ്കരണം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ആലോചന. ഉത്സവ സീസണു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ ലക്ഷ്യം വെക്കുന്നു. GST में नेक्स्ट जनरेशन रिफॉर्म होने जा रहा है. इस दिवाली GST रिफॉर्म से डबल बोनस देशवासियों को मिलने वाला है. നിരക്ക് ഏകീകരണം സംബന്ധിച്ച് കേരളമടക്കമുള്ള 6 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ സംഘം അടുത്തയാഴ്ച യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് ഒരു ദിവസം മുമ്പ് ഈ 6 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി നിർദ്ദേശം പങ്കുവച്ചിരുന്നുവെന്നാണ് വിവരം. എന്നാൽ GST കൗൺസിലിന്റെ അംഗീകാരത്തിനുള്ള സമയപരിമിതിയാണ് സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. 24 ഡൽഹി. സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചു. CBI സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കുടുംബത്തിന്റെ ഹർജിയിൽ കോടതി CBIക്ക് നോട്ടീസ് അയച്ചു. ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും അന്വേഷണം നടത്തിയ കേസിൽ ബാലഭാസ്കറിന്റേതും മകളുടേതും അപകട മരണമെന്നായിരുന്നു കണ്ടെത്തൽ. ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു CBIയുടെ തുടരന്വേഷണം. അപകടത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന CBIയുടെ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നാണ് കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടത്. കേസിൽ കൂടുതൽ അന്വേഷണത്തിന് കോടതി നിർദ്ദേശം നൽകണം. CBIയുടെ ആദ്യ അന്വേഷണം DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. തുടരന്വേഷണം നടത്തിയത് അതിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് കൂടുതൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകണമെന്നും ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണിയും അമ്മ B ശാന്തകുമാരിയും തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലഹരിവേട്ട. കണ്ണൂർ ചാലോട് ലോഡ്ജിൽ നിന്ന് ലഹരിമരുന്നുമായി 6 പേർ പിടിയിലായി. 27 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഷുഹൈബ് വധക്കേസ് പ്രതി K സഞ്ജയ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. പാലക്കാട് ചാലിശ്ശേരിയിൽ 69 ഗ്രാം MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. മട്ടന്നൂർ മേഖലയിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇവരിൽ ചിലർ ചാലോട് ഗ്രീൻവ്യൂ ലോഡ്ജിൽ മുറിയെടുത്തത് അറിഞ്ഞാണ് പോലീസ് എത്തിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും മട്ടന്നൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 2 മുറികളിൽ നിന്നായി 27 ഗ്രാം MDMA പിടികൂടി. ഷുഹൈബ് വധക്കേസ് പ്രതി സഞ്ജയ്, ഷുഹൈബ്, സഹദ്, റജീന, റനീസ്, മജ്നാസ് എന്നിവരാണ് പ്രതികൾ. ലഹരിമരുന്ന് വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന ത്രാസും മുറിയിൽ നിന്ന് കണ്ടെത്തി. പ്രതികൾ ബംഗളൂരുവിൽ നിന്നാണ് ലഹരിമരുന്നെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. പാലക്കാട് ചാലിശ്ശേരിയിൽ 69.9 ഗ്രാം MDMAയാണ് പിടികൂടിയത്. പരുത്തൂർ മുക്കിലപ്പീടിക സ്വദേശി ഷറഫുദ്ദീൻ, ചാലിശ്ശേരി സ്വദേശി നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ചാലിശ്ശേരി നരിമടയിൽ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു MDMA വിൽപ്പന. ന്യൂസ് ഡെസ്ക് 24. പാലക്കാട് വാളയാറിൽ കാർ ലോറിക്ക് പിന്നിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് സ്വദേശികളാണ് മരിച്ചത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. ഇടുക്കി കുമളിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കുപറ്റി. പാലക്കാട് വാളയാറിലുണ്ടായ വാഹനാപകടത്തിൽ ചെന്നൈ അൻപത്തൂർ സ്വദേശികളായ ലാവണ്യ, മലർ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. 7 സംഘം സഞ്ചരിച്ച മഹീന്ദ്ര XUV ലോറിക്ക് പിറകിൽ ഇടിച്ചാണ് അപകടം. കൊച്ചിയിൽ കായിക മത്സരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. വിവാഹ നിശ്ചയത്തിന് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ ഒരു കാറിന് തട്ടി
വണ്ടി മറിഞ്ഞപ്പോൾ മറ്റൊരു കാറിൻ്റെ സൈഡിൽ കൂടെ ചാരി ആ കാറ് ഡിവൈറിനൊക്കെ ഇടിച്ചിട്ടാണ് ആ കാർ അവിടെ മാറ്റിയിട്ടുണ്ട് ഈ അപകടം ഉണ്ടായത്. വണ്ടി ചെരിഞ്ഞു എടുക്കുകയായിരുന്നു. ഇടുക്കി കുമളിയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട കോന്നി വാകയാറിന് സമീപം ശബരിമല തീർത്ഥാടകരുടെ കാർ അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരൂർ. വാർത്താമഴയിലേക്ക് തിരികെ. ഇന്ത്യയിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ ICL ഫിൻകോർപ്പിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസായ അനക്സ് എറണാകുളം ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, ICL ഫിൻകോർപ്പ് ഫുൾ ടൈം ഡയറക്ടർ ആൻഡ് CEO ഉമ അനിൽകുമാർ, ഹൈബി ഈഡൻ MP, ഉമ തോമസ് MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താമഴ പൂർത്തിയാകുന്നു.